ചെറുമകളുടെ മകൻ. ആ ചെറുമകളുടെ മകൻ തന്നെ. ഞാനും ഒരു കാലത്ത് നന്നായിട്ട് മൃഗം വായിക്കുമായിരുന്നു. മരിക്കാൻ കിടന്നപ്പോ ഭാനുമതി എന്നോട് പറഞ്ഞു ഒന്ന് വായിക്കണമെന്ന്. എന്നിട്ട് അവൾ ഇനി വായിക്കില്ല എന്നെ കൂടെ സത്യം ചെയ്യിച്ചു. മരിക്കുന്നത് വരെ ഞാൻ വായിച്ചിട്ടില്ല. അവള് മരിച്ചതിന് ശേഷം പിന്നെ ഈ വീട്ടിൽ മൃദംഗത്തിന്റെ ഒച്ച കേൾക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. മോനെ, ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തിയത് നീയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തിന്? അല്ല, കച്ചേരിക്ക് പോവാൻ. അവനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറയായിരുന്നു. സിംഗപ്പൂരില്. സിംഗപ്പൂർ പ്രോഗ്രാമിലെ വായനയും ഇതുപോലെ നന്നാവും. സിംഗപ്പൂരിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രസിദ്ധനാകാൻ പോവുകയാണ്. അതാണല്ലോ എന്റെ ആഗ്രഹം. പ്രഭാകരന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്നാണല്ലോ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ ശൈലജേ, കാപ്പി എടുക്കൂ. വേണ്ട, കാപ്പിയൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു എന്റെ മേന്നെ. എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു ശരി. പെണ്ണെങ്ങനെ കൊള്ളാമോ? എന്തിനു കൊള്ളാവുന്നു? പാട്ടിലെ വലിയ കേമിയാന്നാ കേട്ടത്. നോയിക്കോ. അവള് വലിയ കേമാണ്. എനിക്കെന്താ? എന്താ അമ്മയും മോനും കൂടെ ഒരു കുശുകുശുപ്പ്? ഏയ്, ഒന്നുമില്ല. അല്ല, ഇവൻ പറയുന്നത് എന്തെന്ന് വെച്ചാ ശൈലജയുടെ പാട്ട് കേട്ടാൽ. അയ്യോ, അറിയാം, പാടാറില്ല. മോളെ, നിനക്ക് വല്ലതും പ്രഭാകരനോട് ചോദിക്കാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എല്ലാം അച്ഛന്റെ ഇഷ്ടം. മോളെ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ കഴിക്കത്തക്ക രീതിയിൽ ഉള്ള മധുര പലഹാരം തന്നെ നീ കൊണ്ടുവന്നു. മധുരം കഴിക്കാൻ പാടില്ലാത്ത അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാ? കഴിക്കുന്നവരല്ലേ പറയേണ്ടത്. അവരോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. എന്നാലേ നമുക്ക് മാറി അപ്പുറത്തോട്ടിരിക്കാം. അവർക്ക് തമ്മിൽ വല്ലതും ചോദിക്കാനോ പറയാനോ ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്രഭാകരന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവനൊന്നും പറയാനുണ്ടാവില്ല. പണ്ട് മുതലേ അവന്റെ സ്വഭാവം അങ്ങനെയാ. എന്താ നമുക്ക് അപ്പുറത്തേക്ക് നീങ്ങാം. അവിടെ കുഞ്ഞിനെ പെണ്ണ് കെട്ടിക്കാതെ നല്ല ഒരു മുഹൂർത്തത്തിന് കല്യാണം നടത്തി താമസിയാതെ ഈ ബന്ധം ഉറപ്പിക്കാം. എന്താ? എല്ലാവർക്കും എന്റെ മകളെ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. ഒരു കല്യാണം എന്ന് പറയുമ്പോ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ, അതെല്ലാം എന്നെ പുറകെ നടക്കും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ പ്രഭാര, നീ ഒന്നും ഉണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിൽ പ്രായത്തെങ്കിലും മര്യാദ. നിന്റെ അച്ഛനല്ലേ? അച്ഛൻ മണ്ണാകത്ത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. അത് താർക്കാൻ ശ്രമിച്ചാൽ ഒരുത്തരം ഞാൻ ചുമ്മാ ഇരിക്കട്ടാ. എടാ, എനിക്ക് വേറെ ഒരു മോനുണ്ട്. വേണമെങ്കിലേ ഇവനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടിക്കും. നീ കെട്ടുവോ? ആ കിട്ടും. ആ, എന്നാ കെട്ടിച്ചോ. കെട്ടും. പക്ഷേ മൂത്തവൻ നിൽക്കുമ്പം ഇളയവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ചത്താനും വേണ്ട മൃഗം കെട്ടി സൂചിച്ചിരിക്കണം അല്ലേ? എന്നാ ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നെ കൊന്നിട്ട് വേണ്ട ഞാൻ പറയാം. അങ്ങോട്ട് കേറി അന്ന് മുറിച്ചു വെച്ചേ. കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്.
നിങ്ങളെ എനിക്ക് വിശ്വാസം പോരാ. ഈ തൂക്കുകയറ് ശരിക്കും മുറിഞ്ഞില്ലെങ്കിൽ എന്റെ കാറ്റാ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ്, ഞാൻ മുറിച്ചോളാം. ഇങ്ങോട്ട് ഇറങ്ങ്, ഇറങ്ങാൻ. നിങ്ങൾ ചെന്നേ അവനെ ഇങ്ങോട്ട് വിളിച്ചേ. നിന്റെ അമ്മയോട് തൂക്കിച്ചാൻ പോകുന്നു. അയ്യോ പറയുന്നത് നിന്റെ അമ്മയോട് തൂക്കിച്ചാൻ പോകുന്നു. ഇറങ്ങി പോകുന്നുണ്ടോ? മുടിഞ്ഞവനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താ നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവള് തൂങ്ങിച്ചാവുന്നാ പറയുന്നത്. എടാ നീ അങ്ങോട്ട് നേരിട്ടാ. ആ നേരാ നേരാ നേരാ. അതിനെ പൊന്നു പോലല്ലേ. വാ ഒന്ന് ചെന്നേ. ആ ചെല്ലേ. സത്യമാണ് എന്റെ പൊന്നു മോനല്ലേ നീ കല്യാണം സമ്മതിച്ച മോനെ. സത്യം സത്യം. വിളിക്ക് ചെല്ല് ചെല്ലു മോനെ. അമ്മേ വേണ്ട, ഞാനിപ്പോ ചാവും. നീ കല്യാണത്തിന് സമ്മതിക്കും. നീ കല്യാണത്തിന് അമ്മേ നീ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലോ. വേണ്ട, എനിക്ക് സമ്മതമാണ്. അമ്മ എനിക്ക് എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. ഇതെന്താണ്? അത് പഴത്തിലെ ചൂട്ടിപ്പോ കാല് തന്നെയതാ. പഴത്തിലെ ചവിട്ടിയപ്പോ അത് മനസ്സിലായി. ആദ്യ രാത്രി ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത് പാല് കുളിപ്പിച്ചാണോ? ആണോ? പിന്നെ കൈ പാലുണ്ടെന്ന് അറിയാറില്ലേ? അറിയാം. അപ്പൊ അറിഞ്ഞോണ്ടുള്ള പ്രവൃത്തിയാണല്ലേ. ആദ്യ രാത്രി ഇതാകുമ്പോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഒരു കച്ചേരി ഉണ്ടാക്കാനെന്നും പറഞ്ഞ എന്റെ വായ അലുവായി കുത്തിക്കരിട്ട് അങ്ങനെ പാല് തൂക്കട്ടെ. ഉറക്കല്ലേ ഒറ്റടത്തിന്? ഒറ്റ ഇടത് ഞാൻ ഉറക്കല്ലേ? കള്ളക്കളി എന്തെടുത്ത് അവര് തമ്മിൽ കള്ളെ കൊല്ലിന്നുള്ള പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനാ കല്യാണത്തിന് സമ്മതിച്ചത്. ഇങ്ങനൊക്കെ ആണെങ്കിൽ ആ പേര് നീ മേടിക്കും. അതിനിപ്പോ എന്തായാലും ഉണ്ടായിരുന്നു. എന്റെ ഈ കോലം കണ്ടില്ലേ? പുന്നാര മരുമോള് പാലഭിഷേകം നടത്തിയതാ. നീ അങ്ങോട്ട് മാറിക്കും. എന്താ മോളെ, എന്താ ഉണ്ടായത്? പഴുത്തുലി ചവിട്ടിയപ്പോ കാല് തന്നെ വീണതാ. ഇത്രേ ഉള്ളോ? എന്താ മോനെ, അറിയാതെ അവളുടെ കാലൊന്ന് തെന്നി. നീ അങ്ങ് ക്ഷമിക്ക്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാർ ചിരിക്കും. നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. മാസം 15 ഇനി ബാക്കിയുള്ളൂ. കാലം കാത്തു നിൽക്കൂല. നിങ്ങളുടെ ഭരണം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അതിലെനിക്കൊരു സംശയമില്ല. മോളെ നീ ഒന്നും വിചാരിക്കണ്ട. ചെല്ല് മോളാത്തിയല്ലേ. അകത്തേക്ക് വരുന്നതേ കൊള്ളാം. തറയക്കട തുടങ്ങിക്കണം പറഞ്ഞേക്കാം. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ. എന്തോന്ന് പരിഹാരം? കല്യാണം കഴിച്ചു കൊടുത്ത പ്രശ്നം തീരുമെന്നാ വിചാരിച്ചേ. ഇവിടെ ഒരു പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. വായന നാവില്ലേ? നീയൊക്കെ കുടിയത് തീറ്റിച്ചാ എന്നെ കുഴപ്പിച്ചത്. അമ്മാവും പറഞ്ഞിട്ടാ. അലുവ ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാ. ഓഹോ, അപ്പൊ ആ തന്തപ്പടിയുടെ കുരുട്ടു ബുദ്ധിയാണല്ലേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടുക്കാൻ അച്ഛനോടെ എന്തുവാടാ അതാ കിടക്കുന്ന? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? എന്നെ പറ്റിക്കാൻ വേണ്ടി മാറി കിടക്കുകയല്ലേ കാണിച്ചത്. അച്ഛാ 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 വല്ലതും പറഞ്ഞായിരുന്നോ? ഇതെന്താ കാലോടെ വെച്ചിരിക്കുന്നത്? എന്നാ പിന്നെ അലമാരി കൊണ്ടുവച്ച് പൂട്ടാം.
കാര്യം പറയടാ. എന്താ രണ്ടരും കൂടെ? അച്ഛനെ ഒരു സാധനം തിന്നാൻ കൊണ്ടുവന്നതാ. ഇങ്ങോട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ പന്നി സ്നേഹമുള്ളനാ. ഒരിക്കൽ അലുവ തീറ്റിച്ച് ഇവളെ എന്റെ പടലിൽ കെട്ടിവെച്ചു. ഇനിയും തീറ്റിച്ച് എന്റെ ജീവിതം പാഴാക്കാനാണ് ഭാവമെങ്കിൽ സുഭദ്രേ, മര്യാദക്ക് ഇവിടെ ഇത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കഴിച്ചോ. നീ ഒന്ന് വെറുതെ ഇരിക്കേ. കഴിക്കാൻ പ്രഭാര, നീ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഞാൻ വെളുപ്പിന് 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഒന്ന് സമാധാനമായിട്ട് കിടന്ന് കണ്ണടയ്ക്കാന്ന് വെച്ചാ അപ്പ തുടങ്ങും രണ്ടും കൂടെ. ഞാനും സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് 35 വർഷമായി. എങ്ങനെ മനസ്സമാധാനം കിട്ടും? മനസ്സിലിരിപ്പതല്ലേ. നോക്കിയിരിക്കാൻ തിന്നാൻ. മോളെ വിളിച്ചോണ്ട് അലുവ തീറ്റിച്ച് എന്നെ അവഹേളിക്കാൻ ശ്രമിച്ച നീ ഈ അലുവ നിന്നുകൊണ്ട് ഇവിടെ കിടന്നാൽ മതി. അങ്ങോട്ട് അങ്ങനെ വന്നോണ്ടല്ലോ. ചെയ്ത് കണ്ടല്ലോ. തിന്നാൻ ഇത് മുഴുവൻ തിന്നാൻ ഇവിടെ എഴുന്നേറ്റുണ്ടല്ലോ. ആ മോനെ പ്രഭാര, ഇനി വാ. അവന് ഭ്രാന്താടി. പ്രാന്ത് നിന്നുക. മോളെ നീ വിഷമിക്കാതെ. അവന് ചെറുപ്പം മുതലേ ഉള്ളതാ ഈ ബുദ്ധി. അവന്റെ അച്ഛന്റെ മർക്കട ബുദ്ധി. നീ വേണാതെ മാറ്റിയെടുക്കാൻ. എല്ലാം സാവകാശം മാറും. മോളി ചെന്ന് കിടന്നുറങ്ങ്. ചെല്ലേ. നടി. എനിക്ക്